ഇനി സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം നീളും. ചില നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡ് അയച്ചത് തന്നെന്നും പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ച് അംഗീകരിക്കുമെന്നും KPCC പ്രസിഡന്റ് അറിയിച്ചു. ഇത് ഹൈക്കമാൻഡിൽ എത്തിയ ശേഷം അംഗീകരിച്ച് പട്ടിക പുറത്തിറക്കും. ജയിക്കാൻ പോകുന്ന പാർട്ടി എന്ന നിലയിൽ ചില അതൃപ്തി ചിലയിടങ്ങളിലും ഉണ്ടെന്ന് സണ്ണി ജോസഫും സമ്മതിച്ചു. അത് പ്രഖ്യാപിക്കേണ്ടത് AICC ആണ്. ചില നിർദ്ദേശങ്ങൾ കൂടിയാണ് അയച്ചു കിട്ടിയത്. പുസ്തകത്തിൽ അതിന് മുഴുവൻ പറഞ്ഞില്ല. ചില നിർദ്ദേശങ്ങൾ അയച്ചു കിട്ടി. ഞാനത് പ്രതിപക്ഷ നേതാവിൻ്റെയും കൂടി പരിഗണനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു വിത്തിൻ മിനിറ്റ്സ് അത് പ്രതിപക്ഷ നേതാവുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹവും ഇതുപോലെ തന്നെ ഞാനിപ്പം ഇരിട്ടിയിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ നടത്തിയതുപോലുള്ള ഒരു ഗംഭീരമായ റോഡ് ഷോയിലാണ് അദ്ദേഹം പറവൂരിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ചിലപ്പോൾ സംസാരിക്കുന്നു. ആൽവിൻ തോമസ് വിവരങ്ങൾ പറഞ്ഞു. ആൽവിൻ, അപ്പം അതായത് ചില ക്ലാരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹൈക്കമാൻഡിനുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കണമല്ലോ KPCC അധ്യക്ഷനോടും പ്രതിപക്ഷ നേതാവിനോടും ഒക്കെ ഈ ഘട്ടത്തിൽ ഈ അവസാന നിമിഷവും നിർദ്ദേശങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ഈ നിർദ്ദേശങ്ങളൊക്കെ കിട്ടി, ഇനിയും വീണ്ടും ആലോചനകൾ ചർച്ചകളൊക്കെ വേണ്ടി വരുമോ? ഇനിയും ഈ പട്ടിക പുറത്തിറങ്ങാൻ നീളുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സേതു, നമുക്ക് സണ്ണി ജോസഫിൻ്റെ വാക്കുകളിൽ തന്നെ അത് ഏതാണ്ട് വ്യക്തമാണ്. കുറച്ചുകൂടി സമയം കാത്തിരിക്കേണ്ടി വരും ഈ കോൺഗ്രസിൻ്റെ രണ്ടാം ഘട്ട പട്ടിക വരാൻ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് തന്നെ അങ്ങനെയാണ്. കേന്ദ്ര നേതൃത്വം അവിടെ നിന്ന് ഈ പട്ടിക സംബന്ധിച്ചുള്ള എന്തെങ്കിലും തരത്തിൽ അഭിപ്രായമുണ്ടെങ്കിൽ അറിയിക്കണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് പട്ടിക കൈമാറിയിട്ടുള്ളത്. അത് പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ച് അതിലേതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യാൻ കഴിയുമോ എന്ന നിലയിലേക്കുള്ള ചർച്ചകൾ തന്നെയാണ്. സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വത്തിനായിരിക്കും അതിൽ ഫൈനലൈസ് ചെയ്യേണ്ട ഒരു ചുമതലയുള്ളത്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് ദേശീയ നേതൃത്വത്തെ അവരുടെ അഭിപ്രായം അറിയിക്കുക എന്നത് തന്നെയാണ്. ആ അഭിപ്രായത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം കാത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അല്പം കൂടി താമസിക്കും ഈ പട്ടിക. ഇന്ന് തന്നെ പട്ടിക പുറത്തു വരും, പക്ഷേ അല്പം കൂടി താമസിക്കുന്ന സാഹചര്യമാണ്. അല്പം കൂടി സമയമെടുത്ത് വേണം ഈ പട്ടികയിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതിൽ ഏറ്റവും ഉദ്വേഗജനകമായ സംഭവം സുധാകരൻ പട്ടികയിൽ ഉണ്ടാകുമോ, അടൂർ പ്രകാശ് പട്ടികയിൽ ഉണ്ടാകുമോ, ഈ രണ്ട് MP കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചില ട്വിസ്റ്റുകൾ നടക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പല മണ്ഡലങ്ങളിലും പ്രതീക്ഷിച്ചവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യം ഇടം പിടിച്ചവരൊക്കെയും ഇപ്പോൾ മാറിപ്പോയിരിക്കുന്നു. മറ്റു ചിലരാണ് പുതുമുഖങ്ങളായി ഇടം പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ നിലപാട് എന്താകും, അവരെയൊക്കെ മത്സരരംഗത്തേക്ക് ഉണ്ടാകുമോ, കോൺഗ്രസ് പാർട്ടിയെ വെട്ടിലാകുന്ന തരത്തിൽ നടപടികളിലേക്ക് നീങ്ങുമോ, അതൊക്കെ ഇനി കണ്ടറിയേണ്ടതുണ്ട്. അദ്ദേഹം തന്നെ KPCC പ്രസിഡന്റ് വാക്കുകൾ കടമെടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ചില തർക്കങ്ങളുണ്ട് എന്നുള്ളത് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. ആ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് എത്ര കാലതാമസം എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ പട്ടിക ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. VD സതീശുമായി ഒരു ആശയവിനിമയം നടത്തിയ ശേഷം ഇതിലൊരു അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വം സ്വീകരിക്കും. AICCയിൽ നിന്ന് ആ പട്ടിക പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്.